കുറേ നാളായിട്ട് നമ്മളേവരും കാത്തിരുന്ന ഒരു സംഭവമാണ് ആട് എന്ന് പറഞ്ഞ സിനിമയുടെ 3-ാം ഭാഗത്തിൻ്റെ ട്രെയിലർ. അത് എപ്പോൾ വരും, എന്ന് വരും എന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഇരുന്ന സമയത്ത് ഇന്നലെ രാവിലെ 11 മണിക്ക് ട്രെയിലർ ഇറക്കിയായിരുന്നു. എനിക്ക് ഇത് കണ്ട സമയത്ത് നല്ല ഒരു പ്രതീക്ഷയായിരുന്നു. കാരണം 3-ാം ഭാഗത്തിൻ്റെ ഒരു ട്രെയിലർ എന്നൊക്കെ പറയുമ്പോൾ വൺ പ്രതീക്ഷയായിരുന്നു. പക്ഷേ ഇത് ബൂസ്റ്റപ്പ് ചെയ്യാനായിട്ട് ഇവിടെ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് രീതിക്ക് ശ്രമിക്കുന്നെങ്കിലും ഒന്നും അങ്ങോട്ട് വർക്കൗട്ട് ആവുന്നില്ല. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ട്രെയിലർ എനിക്കിഷ്ടപ്പെട്ടില്ല. ഞാൻ വിചാരിച്ച കണക്കൊന്നും ആയിട്ടുമില്ല. എനിക്ക് ഇത് കണ്ട സമയത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു പഴയ കാലം, ഇപ്പോഴത്തെ കാലം അങ്ങനത്തെ ഒരു കാരണം കാണുന്നത്. പക്ഷേ ഈ ട്രെയിലറിൻ്റെ ഈ കട്ട്സ് കൊണ്ട് മാത്രം നമ്മൾ സിനിമയെ നമുക്ക് വിലയിരുത്താൻ വേണ്ടി പറ്റില്ല. പക്ഷേ ട്രെയിലർ അത് മാത്രമാണ് പറഞ്ഞത്. എനിക്കത് ഇഷ്ടപ്പെട്ടിട്ടേ ഇല്ല ഈ ട്രെയിലർ. കാരണം അവിയൽ പരുവങ്ങനെ കിടക്കുന്നത്, കുറച്ചവിടെ കുറച്ചിവിടെ അങ്ങനെയൊക്കെ ഒരു സംഭവം ചെയ്ത് വെച്ചിരിക്കുന്നത്. ഒരു പ്രോപ്പറായിട്ടൊന്ന് ഒരു അല്ലെങ്കിൽ ഇവർ പറയാൻ വേണ്ടി ഒരു തീം എന്തോ ഒരു ക്ലാരിറ്റി പോലും ഇതുകൊണ്ട് എനിക്ക് കിട്ടിയിട്ടില്ല. അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ ഇവിടെ കമൻറ്റ് ചെയ്യണം ഈ ഒരു കാര്യം വെച്ച്. ഈ ട്രെയിലർ പോരാ എന്നാണ് എനിക്ക് തോന്നുന്നു വെച്ച് കഴിഞ്ഞാൽ. പിന്നെ പ്രതീക്ഷയ്ക്ക് വകയുണ്ട്, പ്രതീക്ഷകളേറെയാണ്. ഇതൊരു മികച്ച സിനിമയായിട്ട് വരും. അല്ലെങ്കിൽ ഒരു ടൈം ട്രാവലർ കോൺസെപ്റ്റ് ഈ പഴയ കാലത്ത് ഈ ഇതിലെ താരങ്ങളായ ഷാജി പപ്പൻ, സർബത്ത് ഷമീർ, അറയ്ക്കൽ അബുവൊക്കെ എന്താണ് ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ ഇവരുടെ തമ്മിലൊരു കണക്ഷൻ എന്താണ്, 1-ാം ഭാഗവും 2-ാം ഭാഗവും പ്രസൻറ്റ് കാലഘട്ടത്തിൽ നമ്മളെ തമാശയും നമ്മൾ അങ്ങനത്തെ ഒരു ഇതിൽ കൂടെ പോയിട്ട് പിന്നെ ഒരു നിഗൂഢമായ ഒരു ഫ്ലാഷ് ബാക്ക് എന്തോ ഒരു കാര്യത്തിൻ്റെ ഒരു സംഭവമൊക്കെ പറഞ്ഞ് ഈ ഒരു തീമിൽ പ്രതീക്ഷയുണ്ട്. പക്ഷേ ട്രെയിലർ കട്ട്സ് കണക്ക് എന്താണ് ഇത് ചെയ്യുന്നത് ഒരു പിടുത്തവും കിട്ടുന്നില്ല. സത്യം പറഞ്ഞാൽ എനിക്ക് ഒട്ടും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല ഈ ഒരു ട്രെയിലർ. കുറച്ചുകൂടെ ഒക്കെ ഒരു ഇമ്പ്രൂവ്മെൻറ്റോട് കൂടി, കുറച്ചുകൂടെ ഒക്കെ ഒരു പുതുമയോട് കൂടി, അല്ലെങ്കിൽ കുറച്ചുകൂടി ഒരു ത്രൂ ഔട്ട് ഒരു കണ്ടിന്യൂഷനൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ടതായിരുന്നു. ഇത് കുറച്ച് അവിടെയും കുറച്ചിവിടെ ഈ പറയുന്ന ഡയലോഗും പിന്നെ ഒരു മൈൻഡിലേക്ക് വന്നു പോകുന്ന കുറേ സീക്വൻസുകളും കണ്ടിട്ട് എനിക്കൊന്നും അങ്ങോട്ട് കത്തുന്നില്ല എന്നുള്ളതാണ് എനിക്ക് ഏറ്റവും വലിയൊരു കാര്യം. പിന്നെ ഇതൊന്നുകൂടെയൊക്കെ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് പോലെ ഒരു പിടുത്തം കിട്ടുന്നില്ല. പക്ഷേ ആ സ്റ്റാർട്ടിങ് പോർഷനിൽ പറഞ്ഞ ആ ഒരു സംഭവം ആ ഒരു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലൊരു പ്രതീക്ഷയുണ്ട്. പിന്നെ ബാക്കി കാര്യങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് വരുന്ന ഓരോ കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഇനി ഈ സിനിമ മാർച്ച് 19 വേൾഡ് വൈഡ് റിലീസാണ്. നിങ്ങൾ മസ്റ്റായിട്ട് കാണാൻ വേണ്ടി പോകണം. പിന്നെ അമിതമായ പ്രതീക്ഷ വയ്ക്കൽ. ഞാനിപ്പം ട്രെയിലർ കണ്ടുകൊണ്ട് മാത്രം അമിതമായ പ്രതീക്ഷ ഇതിനെ വയ്ക്കുന്നതുമില്ല, കൊടുക്കുന്നതുമില്ല. കാരണം പ്രതീക്ഷ അവസാനം ഒരു പഴങ്കഞ്ഞി കിട്ടിയാണൊക്കെ വരരുത് എന്നുള്ള കാര്യം മാത്രമേ ഉള്ളൂ. 1-ാം ഭാഗത്തു നിന്നും 2-ാം ഭാഗത്തു നിന്നും വ്യത്യസ്തമായിട്ടൊരു വെല്ലുവിളിയോട് കൂടിയാണ് ഈ സിനിമ വരാൻ വേണ്ടി പോകുന്നത്. അതുകൊണ്ട് അവർ എടുത്തിക്കുന്ന ഈ ഒരു ഫ്ലാഷ് ബാക്ക് സീനും കാര്യങ്ങളൊക്കെ വർക്കൗട്ട് ആകുമോ, വർക്കൗട്ട് ആകത്തില്ലേ എന്നുള്ള കാര്യങ്ങളും കൂടെ ഒന്ന് ചർച്ച ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് ഇനി ട്രെയിലർ കണ്ടപ്പോൾ എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. അതിലൊരു ഫോർമാറ്റിംഗ് കറക്റ്റ് അല്ല. അതിലെന്താണ് പറയാൻ വേണ്ടി ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊന്നും ഒരു പിരീഡില്ല, ഒരു ത്രൂ ഔട്ടൊരു കണ്ടിന്യൂഷനോ കാര്യങ്ങളോ ഒന്നും ഇല്ല എന്നാണ് എനിക്ക് തോന്നി. അതുകൊണ്ട് ഇനി ബാക്കി കാര്യങ്ങൾ സിനിമയ്ക്ക് വരുമ്പോഴേ ഉള്ളൂ. പിന്നെ ഇതിൽ താരങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്ന ഒരു രീതി തന്നെ ഇപ്പം നമ്മുടെ ഒരു ഷാജി പപ്പന്, ഡ്യൂഡ്, സർബത്ത് ഷമീർ, സാത്താൻ സീവറിനൊക്കെ ഒരു അറയ്ക്കൽ അബുവിനൊക്കെ ഒരു ഇമേജ് ഉണ്ട്. ആ ഒരു ഇമേജ് വിട്ടൊരു ത്രൂ ഔട്ട് പഴയ കാലത്തേക്ക് പോയ സമയത്ത് എനിക്കെന്തോ ഒട്ടും അങ്ങോട്ടൊരു കണ്ണിന് സുഖം കണക്ക് തോന്നിയില്ല, ഒട്ടും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടതുമില്ല. അതുകൊണ്ട് ബാക്കി ഇനി കണ്ടത് നമുക്ക് പ്രസൻറ്റ് കാലത്ത് ഇവരുടെ തമാശയും ആ ഒരു കഥയും എലമെൻറ്റുകളൊക്കെ അങ്ങനെയാണ് നമ്മൾ നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒരു പുതിയ ഒരു ഇതിലേക്ക് 3-ാം ഭാഗം കൊണ്ടുപോകുമ്പം എങ്ങനെ വരും എന്നുള്ള കാര്യങ്ങൾ കണ്ടറിയാം. പിന്നെ മറ്റേതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ട്രെയിലറിൽ ആ ഒരു എൻഡിങ് പോർഷൻ എത്താൻ നേരത്തെ കാണിക്കുന്ന ഒരു എല്ലാവരുടെയും ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ വെച്ചിട്ട് അവരവരുടെ ഇപ്പോഴത്തെ സീക്വൻസ് പിന്നത്തെ സീക്വൻസ് എല്ലാം കാണിക്കുന്ന അത് അത്യാവശ്യം കൊണ്ടുവരുന്ന. പിന്നെ ഇത് 3rd പാർട്ട് ലാസ്റ്റ് ഭാഗമാണ് ആടിൻ്റെ ലാസ്റ്റ് അതിൻ്റെ പാർട്ട് 1 അപ്പോൾ ഈ 3യുടെ പാർട്ട് 2 കാണും. അപ്പം അങ്ങനെയാണ് ഈ ഒരു ട്രെയിലർ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ആൾമോസ്റ്റ് ഞാൻ പറയുന്നത് വെച്ചാൽ എനിക്ക് ഈ ട്രെയിലർ ഒട്ടും അങ്ങോട്ട് ദഹിച്ചിട്ടുമില്ല, ഇഷ്ടപ്പെട്ടിട്ടില്ല, ഒന്നും ചെയ്യില്ല. പക്ഷേ ഒരു പവർ പഞ്ച് പോലും ഈ ട്രെയിലർ കാണാൻ വേണ്ടി പറ്റില്ല. ബാക്കിയെല്ലാം സിനിമയ്ക്കാണ് ഞാൻ കൊടുത്തിരുന്നത്. സിനിമ വരുമ്പോഴേ ഇനി മറ്റ് കാര്യങ്ങൾ എങ്ങനെയാണ് എന്നെനിക്ക് പറയാൻ വേണ്ടി പറ്റും. സോ ആ ഒരു കാര്യം വെച്ച് ബാക്കി സിനിമ കണ്ട് തീരുമാനിക്കാൻ ട്രെയിലർ അത്ര പോരാ. കുറച്ചുകൂടെയൊക്കെ എഡിറ്റിങ്ങും കാര്യങ്ങളും സീക്വൻസൊക്കെ ശ്രദ്ധിച്ച് പോരുന്നെങ്കിൽ ഒരു മികച്ച ട്രെയിലറായി പോയേനെ എന്ന് മാത്രമേ പറയാൻ വേണ്ടി പറ്റൂ. കൂടുതൽ ഒരു സറൗണ്ട്സിൽ നിൽക്കുന്നില്ല. അതുകൊണ്ട് ആ ഒരു കാര്യം വെച്ച് ട്രെയിലർ അത്ര പോരാ, എനിക്കിഷ്ടപ്പെട്ടില്ല. ഇനി ബാക്കി ഞാൻ സിനിമയ്ക്ക് ഞാൻ കൊടുക്കുന്നു, ഇത്രേ പറയാൻ വേണ്ടിയുള്ളൂ.